ഞാൻ വിളിക്കാം. എന്നടാ തോമസേട്ടാ ആ ബുള്ളറ്റ് എനിക്ക് തരുമോ? അത് നിനക്ക് ശരിയാകത്തില്ല. ആകെ കത്തിക്കരിഞ്ഞ് അലമ്പായിട്ട് എടുക്കാം. കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നില്ല. തോമസേട്ടാ അതാകുമ്പോൾ ചെറിയ വിലക്ക് കിട്ടുമല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുത്തോളാം. ചെറിയ വില എന്ന് പറഞ്ഞാൽ എത്രേ? ഒരു 10-15,000 രൂപയ്ക്ക്. ഞാനൊരു കാര്യം ചെയ്യാം. സാധാരണ മാഷോടും ചോദിച്ചോ. ബുള്ളറ്റ് അല്ലേ, അതുകൊണ്ടാ. ബുള്ളറ്റ് എത്രയ്ക്ക് ഇഷ്ടം? ഭയങ്കര ഇഷ്ടാ. എന്നാ കാശ് കൊടുത്തോണ്ട് മേടിച്ചൂടെ പുതിയത്? പുതിയത് വാങ്ങിക്കാനുള്ള കാശൊന്നുമില്ല. ഇതെങ്ങനെയെങ്കിലും കാണാൻ പറ്റുമോ? കാണാലോ, നീ നാളെ വീട്ടിലോട്ട് വാ. 15,000 രൂപ. അതിന്റെ പകുതി കാശുണ്ടെങ്കിൽ ഒരു ആശാരിയെ കൊണ്ട് പഴയ വാരി മാറ്റി പുതിയത് വെക്കാന്ന് വിചാരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു ബൈക്ക്. മഴ വന്നാൽ കാണാം വെള്ളമകത്തേക്ക് വീഴുന്നത്. ഇനി അതിന്റെ കാശ് എങ്ങനെ ഉണ്ടാക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴാ അതെല്ലാം ഞാൻ ചെയ്തോളാം അമ്മേ. നീ ചെയ്യും. നിന്നെ കൊണ്ട് 1 രൂപയുടെ സഹായമെങ്കിലും ഈ വീട്ടിലുണ്ടായിട്ടുണ്ടോ? നീയാ ഈ വാരിയൊക്കെ മാറ്റുന്നത്. ഇനി ഒരു വണ്ടിയില്ലാത്തതിൻ്റെ കുറവേ ഉള്ളൂ. രാജുക്കുട്ട, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ ആ വണ്ടി? ഇത്രയും ചെറിയ വിലക്ക് വേറൊരു വണ്ടി കിട്ടില്ല പൊന്നമ്മച്ചി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ടൊരു ബൈക്ക്, അതും ഒരു ബുള്ളറ്റാ പൊന്നമ്മച്ചി. വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. വീടിന് പുറത്തിറങ്ങാത്ത എനിക്കെന്തിനാടാ ഈ വള? വാങ്ങിച്ചോ? എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. 76 മോഡലാ. വണ്ടി പൊളിയാ താമസിട്ടാ. എല്ലാം കഴിഞ്ഞ് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയരുത്. അതൊന്നുമില്ല, ഒന്ന് പണിതെടുക്കണം, അത്രേ ഉള്ളൂ. അത് പണിയല്ലോ. ഓക്കെ. മേടിച്ചോ? ഇത് മതി. ഹലോ, അങ്ങോട്ട് മേടിച്ചു. ഇപ്പൊ തന്നെ കൊണ്ടുകൊള്ളു വണ്ടി കേട്ടോ. ഏതാടാ ഈ വണ്ടി? ഇത് തോമസ് ഏട്ടൻ പറഞ്ഞ ബുള്ളറ്റ്. അച്ഛനെ ചെറിയ വിലക്ക് കിട്ടിയപ്പോൾ ഞാനിതങ്ങ് വാങ്ങി. എടാ തോമസ് ഇതിനെ പറ്റിച്ചതാ. ഈ കത്തിക്കരിഞ്ഞ വണ്ടി കൊണ്ട് എന്തുണ്ടാക്കാനാ? ഞാനൊന്നും പറയുന്നില്ല, കൊള്ളാം. അല്ലെങ്കിൽ തന്നെ 108 പണി തിരക്കാം. അതിൻ്റെ ഇടയിൽ അവൻ്റെ അച്ഛനെ ഞാനിത് ആശാനെ ബുദ്ധിമുട്ടിക്കാതെ രാവിലെയും രാത്രിയും പണിയെടുത്ത് ശരിയായിക്കോളാം. ഞാൻ നാളെ കട്ടപ്പനയ്ക്ക് പോവാ. നീ ഇവിടെ ഈ തുരുമ്പും ചൊറിഞ്ഞുകൊണ്ടിരുന്ന് ഇവിടെ വരുന്ന പണി കളയരുത്. പറഞ്ഞേക്കാം.
ആദ്യം ആശാൻ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. രമേശ 2 നാരങ്ങ എടുത്തിട്ട് വാ. ആ ഇപ്പൊ കൊണ്ടുവരാം. ഒന്ന് മാറി. കൊള്ളാടാ മോനെ. ആശാനെ വാ. പോവാം. രാജുവിന്റെ ഷോപ്പല്ലേ? എന്താ രാജുവിന്റെ? രാജുവിന്റെ ഫേസ്ബുക്ക് പേജിൽ മോഡിഫൈ ചെയ്തൊരു ബുള്ളറ്റിന്റെ ഫോട്ടോ കണ്ടു. എന്നാൽ ഈ വണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. മോഡിഫൈയാ? അതൊന്നും ഇവിടെ പറ്റില്ല. കേട്ടോ രമേശ, ഇന്ന് രാവിലെ വേറൊരുത്തരും ഇതൊക്കെ തന്നെ പറഞ്ഞിട്ട് വന്നായിരുന്നു. അനിയന്മാരെ, നിങ്ങളെ വണ്ടിക്കുള്ള കുഴപ്പമുണ്ടെങ്കിൽ പറ, അത് ശരിയാക്കി തരാം. അല്ല പിന്നെ അയ്യോ ചേട്ടൻ ചെയ്യണ്ട, രാജു തന്നെ ചെയ്യണം. പൈസ ഒരു പ്രശ്നമാക്കണ്ട. അതൊന്നും ഇവിടെ പറ്റില്ല കേട്ടാ. ഓ എന്നാ പിന്നെ രാജു ഉള്ളപ്പോ വരാം. ചേട്ടനൊന്ന് സമ്മതിപ്പിച്ചാൽ മതി. സഞ്ജീവേ പോവാ. എവിടുന്നേടാ ഈ പടുവകള്? ആശാനെ ഇതാ. ആശാനെ പൂവഞ്ചാലല്ലേ, ജോണിച്ചൻ്റെ വണ്ടി കേടായി. ഞാനൊന്ന് പോയിട്ട് എടുത്തിട്ട് വന്നോട്ടെ. ആ ചെയ്യുന്ന ജോലിയോട് കൂറുള്ളവനാ. കണ്ടില്ലേ ആ വണ്ടിയോട് കാണിക്കുന്ന സ്നേഹം? നല്ലവനാ, നന്മയുള്ളവനാ. പിന്നെ അല്ലാണ്ട് കത്തിക്കരിഞ്ഞ കമ്പി കൂടുകൊണ്ട് അവനുണ്ടാക്കിയ ബൈക്ക് കണ്ടില്ലേ? അവൻ മിടുക്കനാ ആശാനെ. സംഗതി ശരിയാ, പക്ഷെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ. രമേശ, സത്യം പറഞ്ഞ ഈ പുതിയ വണ്ടി റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരുമ്പോ എനിക്ക് പേടിയാ. ഇനിയിപ്പോ ശരിയാക്കാൻ പറ്റില്ലെങ്കിലോ? ഞാനൊക്കെ പഴഞ്ഞനായി പോയില്ലേടോ. ആശാനോ ശരിയാക്കാൻ പറ്റാണ്ടോ? ആശാൻ സൂപ്പർ മെക്കാനിക്കല്ലേ. ഉണ്ടാവേ ആശാനെ, ആശാൻ ഇതെങ്ങോട്ടാ? കട്ടപ്പനയിൽ നിന്നൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ട്രേസി അമ്മയ്ക്ക് നെഞ്ചുവേനായിട്ട് ICU അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അയ്യോ, എന്നാ പിന്നെ ഞാനും കൂടെ വരാം ആശാനെ. ഏയ്, വർക്ക്ഷോപ്പ് അടയ്ക്കണ്ട. നീ കുറച്ച് ദിവസം ഷോപ്പ് നോക്ക. അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? നീ എൻ്റെ പേര് കളില്ലെന്ന് എനിക്ക് ഉറപ്പാ. പോട്ടട മോനെ. പിന്നീട് ആശാൻ തിരിച്ചു വന്നില്ല. ഇടയ്ക്ക് ആശാൻ്റെ ഒരു ഫോൺ കോൾ വന്നു. ഈ കട നിൻ്റെയാണെന്നും നീ ഇത് നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞു. അതായിരുന്നു ആശാൻ എന്നോടുള്ള വിശ്വാസം. നീ ഭാഗ്യവാനാ. നമ്മക്കുണ്ട് ഒരു മുതലാളി, ആ വേടക്ക് സ്വഭാവ. 5ന്റെ പൈസ കുറയാണ്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു കൊടുക്കണം. എന്നാ പിന്നെ നിങ്ങളെ സമയം കളയണ്ട. എൻ്റെ കൂടെ കറങ്ങിയിട്ട് വെറുതെ കച്ചവടം മുടക്കണ്ട. എന്താണ്ടത്? നാട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ സഹായിക്കേണ്ട നമ്മളെ കടമയല്ലേ. ഔട്ട്. എൻ്റെ മംഗലക്കാരി എന്തായി?